ഇതാണ് ക്ലാസിക് ഓൾഡ് ഫ്രിൽ, COF എന്നാണ് ഈ ബ്രീഡിൻ്റെ പേര് പറയുക. അതിൽ വരുന്ന 2 ടൈപ്പ് ഓഫ് മാർക്കിംഗ് ആണ്. ഇത് ബ്ലോണ്ടിനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മാർക്കിംഗ് ആണിത്. അത് ഫുൾ ബോഡി കളറായിരിക്കും. ഒന്നെങ്കിൽ ഇതേപോലെ ലേസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ബാർ പാറ്റേൺ ആയിരിക്കും. അതേപോലെ വരുന്ന മറ്റൊരു കളർ കാറ്റഗറിയാണ് സാറ്റിനേറ്റ്. ഇതിന് പറയുന്ന സാറ്റിനേറ്റ് എന്ന് പറയുമ്പോൾ ഷീൽഡ് ടൈപ്പ് മാർക്കിംഗ്, അതേപോലെ തന്നെ ടെയിൽ കളറായിരിക്കും. ഇതിൻ്റെ രണ്ടിനെയും ഡിഫറൻസ് ടെയിൽ ഈ പറയുന്ന മൂൺ സ്പോട്ട് ഉണ്ടാവും, അതാണ് അതിൻ്റെ യഥാർത്ഥ മാർക്കിംഗ്. ഇതിൽ ശരിക്കും ഇത് 16-ാം നൂറ്റാണ്ട് തൊട്ടുള്ള ബ്രീഡാണ്. അപ്പം ആ സമയത്തുള്ള മാനിസ അസ്മാനി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഗ്രീസ്, ജർമ്മൻ ആ ഒരു ഏരിയയിലുള്ള രാജകുടുംബത്തിന് വേണ്ടിയിട്ട് അവരെ സൂചകമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രീഡാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ടെയിലിൽ വരുന്ന മാർക്കിങ്ങിന് ശരിക്കും സീൽ ഓഫ് സുൽത്താൻ എന്നവർ പറയാറുണ്ട്, സൂചിപ്പിക്കാറുണ്ട്. എൻ്റെ പേര് വന്ന് ബാസിത്ത് എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ വടകര എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഞാനുള്ളത്. ഇത് ഈ NPA ഷോ എന്ന് പറയുന്നത് ടോട്ടൽ 18ഓളം ബ്രീഡുകൾ ചേർന്ന് നടത്തുന്ന ഒരു ഷോ ആണ്. അതിൽ ഒരു ബ്രീഡാണ് ക്ലാസിക് ഓൾഡ് ഫ്രിൽ അല്ലെങ്കിൽ COF എന്ന് വിളിക്കുന്നത്. അതിൽ ഏകദേശം 50ഓളം ബേർഡ് ഈ ഷോയിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നുണ്ട്. ഈ ബ്രീഡ് വന്നിട്ട് ഏകദേശം ഒരു 2014 തൊട്ടുള്ള ഷോകളിൽ നടക്കുന്നുണ്ട്. ഈ ക്ലബ്ബ് തന്നെ 2005-ൽ രൂപപ്പെട്ട ഒരു ക്ലബ്ബാണ് NPA എന്ന് പറയുന്നത്. അതിൽ 20ാമത്തെ വാർഷികമാണ്. അതുകൊണ്ട് ഇത് കുറച്ച് ഗ്രാൻഡ് ഷോ ആയിട്ടാണ് ഈ ഷോ നടത്തുന്നത്. ഏകദേശം 1000-ൽ പരം ബേർഡുകൾ ഉണ്ട്. ഏകദേശം 1100 സംതിങ് കറക്റ്റ് എണ്ണം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ രീതിയിൽ 18ഓളം ബ്രീഡുകൾ ചേർന്നിട്ട് നടത്തുന്ന ഒരു ഷോ ആണ് ഈ ഷോ. അല്ല, ഇതിപ്പോൾ പല ആൾക്കാരുണ്ട്, കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, അങ്ങനെ ഓൾ ഇന്ത്യ ഷോ ആയിട്ടാണ് ഇത് നടക്കുന്നത്. അത് പല മെമ്പേഴ്സ് പല നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബേർഡുകളെ ജഡ്ജ് വന്ന് വാലുവേഷൻ ചെയ്യും. അതിപ്പം ജഡ്ജ് ചെയ്യുന്ന ഒമാനിൽ നിന്ന് വരുന്ന ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു ജഡ്ജാണ് ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇപ്പം ഓരോ ബേർഡിലും 4 കാറ്റഗറിയാണ് ഇപ്പം COFിൻ്റെ കേസിൽ വരുന്നത്. സാറ്റിനേറ്റിൽ മെയിൽ ഫീമെയിൽ, ബ്ലോണ്ടിനേറ്റിൽ മെയിൽ ഫീമെയിൽ, ആ രീതിയിൽ 4 കാറ്റഗറി ആയിട്ടാണ് ഈ ജഡ്ജ്മെൻറ്റ് നടക്കാൻ പോകുന്നത്. ഇതിന് നമ്മളെ ബ്ലൂ ബാർ എന്ന് പറയും, പക്ഷേ ശരിക്കും പറയും ബ്ലൂ എയ്റ്റ് എന്നാണ് ഇതിന് പറയാം. ഇത് ബ്ലൂ ലേസ് ബ്ലോണ്ടിനേറ്റ്, ഇത് ബ്ലൂ ബാർ ബ്ലോണ്ടിനേറ്റ്.